ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇൻവെൻ്ററി ക്ലാസിഫിക്കേഷൻ മോഡൽസ് ആണ് പറയുന്നത്. അതിൽ നെക്സ്റ്റ് മോഡലാണ് HML അനാലിസിസ്. HML എന്ന് പറഞ്ഞാൽ ഹൈ, മീഡിയം ആൻഡ് ലോ കോസ്റ്റ്. അവിടെ അപ്പോൾ ABC ക്ലാസിഫിക്കേഷൻ്റെ സിമിലർ ആയിട്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇവിടെ കൺസംഷൻ വാല്യൂ നോക്കില്ല, യൂണിറ്റ് വാല്യൂ ഇസ് ദ ക്രൈറ്റീരിയൻ. അതായത് എത്ര പ്രൈസ് വരുന്നുണ്ട്, എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ ക്രൈറ്റീരിയൻ ആയിട്ട് എടുക്കുന്നത്. ABCയിൽ അത് എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. The items of inventory should be listed in the descending order of unit value and it is up to the management to fix limits for 3 categories. ഓരോ മാനേജ്മെൻറ്റും അവരുടെ ഫിനാൻഷ്യൽ സോഴ്സൊക്കെ അനുസരിച്ചിട്ടാണ് ലിമിറ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഹൈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐറ്റംസ് വിത്ത് ഹൈ യൂണിറ്റ് വാല്യൂ, മീഡിയം കോസ്റ്റ് ഐറ്റം വിത്ത് മീഡിയം യൂണിറ്റ് വാല്യൂ ആൻഡ് ലോ കോസ്റ്റ് ഐറ്റം വിത്ത് ലോ യൂണിറ്റ് വാല്യൂ. ഇതാണ് HM ആൻഡ് L. അപ്പോൾ ഇൻവെൻ്ററി കീപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂവിലൊരു കൺട്രോൾ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് അല്ലെങ്കിൽ ഇൻവെൻ്ററി ക്ലാസിഫിക്കേഷൻ. This analysis helps to management to take the decisions such as who will procure what based on hierarchy and price of material. പ്രൊക്യൂർ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് എന്തായിരിക്കണം, അതിൻ്റെ പ്രൈസ് എത്ര വരുന്നുണ്ട്, ആ ഒരു ഹൈറാർക്കിയിൽ ഈ ഒരു പ്രോഡക്റ്റ് എവിടെയാണ് വരിക എന്നുള്ളത്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എടുത്താൽ നോക്കിയാൽ മനസ്സിലാവും എന്ത് അതൊരു കമ്പനിയുടെ ഹൈ അല്ലെങ്കിൽ മീഡിയം ലോ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഹൈ കാറ്റഗറിയിൽ വരുന്ന പ്രൈസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഐറ്റം ആണെങ്കിൽ അത് പ്രൊക്യൂർ ചെയ്യുമ്പം കൂടുതൽ കെയർ എടുക്കണം. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ബെനിഫിറ്റ്. നെക്സ്റ്റ് ആണ് SDE അനാലിസിസ്. SDE അനാലിസിസ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി അവൈലബിലിറ്റി ഓഫ് ഐറ്റംസ് ആൻഡ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി ഓഫ് സപ്ലൈ. നമുക്കിപ്പം ഒരു സാധനം വാങ്ങിക്കുക എന്ന് പറയുമ്പം അതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് മാത്രമായിരിക്കില്ല എന്ത് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പല സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്രയും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. സ്കേഴ്സിറ്റി ഉണ്ടാവും, ലഭ്യത കുറവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് SDE അനാലിസിസ്. അത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടഡ് എന്നൊക്കെ പറയുമ്പോൾ അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ അത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലും അത് ഓർഡർ ചെയ്ത് ആ ഇമ്പോർട്ടിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് അത് നമ്മുടെ കയ്യിലെത്തുന്നപ്പോഴേക്കും കമ്പനിയുടെ കയ്യിലെത്തുന്നപ്പോഴേക്കും കുറേ സമയം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, ലീഡ് ടൈം കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ ഈവൻ ലോക്കലി അവൈലബിൾ ആണെങ്കിലും അതിൻ്റെ സോഴ്സ് കുറവായിരിക്കും. പിന്നെ അതേപോലെ ചില കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും, പക്ഷെ നമുക്ക് ഒരു സോഴ്സിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു 1000 യൂണിറ്റ് വേണമെങ്കിൽ അത് 1000 യൂണിറ്റിന് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാനുണ്ടാവില്ല. അപ്പം നമ്മളൊരു 5-6 സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് പ്രൊക്യൂർ ചെയ്യേണ്ട കേസസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴും ലീഡ് ടൈമൊക്കെ കൂടും. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പം ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് SDE. അപ്പോൾ അതിൽ SDEയിൽ S എന്ന് പറഞ്ഞാൽ സ്കെയർസ്, അത് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ട് ഐറ്റംസ് ആൻഡ് റിക്വയർ ലോങ്ങർ ലീഡ് ടൈം. ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, അത് കൂടുതൽ ലീഡ് ടൈം എടുക്കും. അതായത് നമ്മളൊരു ഓർഡർ പ്രോസസ്സ് ചെയ്ത് ആ ഒരു ഓർഡർ റിസീവ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഗ്യാപ്പ്, ലീഡ് ടൈം കൂടുതലായിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് സ്കെയർസ് കഴിഞ്ഞ് അടുത്തതാണ് ഡിഫിക്കൽട്ട്. D വരുന്ന ഡിഫിക്കൽട്ട്. ഐറ്റംസ് വിച്ച് റിക്വയർ മോർ ദാൻ എ ഫോർട്ട്നൈറ്റ് ടു ബി അവൈലബിൾ ബട്ട് ലെസ് ദാൻ 6 months ലീഡ് ടൈം. നമ്മൾ ആദ്യം പറഞ്ഞത് ഇമ്പോർട്ടഡ് ആണ്, കുറേ ലീഡ് ടൈം ഉണ്ടാവും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട്. അതിൻ്റെ പ്രത്യേകത ലീഡ് ടൈം ഉണ്ടാവും, ഒരു 2 ആഴ്ച വരെയൊക്കെ ഉള്ള ലീഡ് ടൈം ഉണ്ടാവും. പക്ഷേ 2 ആഴ്ച മുതൽ ഒരു 6 മാസം വരെയുള്ള ലീഡ് ടൈം. ലെസ് ദാൻ 6 months പക്ഷേ മോർ ദാൻ 2 weeks അതിൽ വരുന്ന ഐറ്റംസ് ആണ് ഡിഫിക്കൽട്ട്. പിന്നെ ലാസ്റ്റ് ഈസിലി അവൈലബിൾ. ഐറ്റംസ് വിച്ച് ആർ ഈസിലി അവൈലബിൾ, ലീഡ് ടൈം ഒന്നും ഇല്ലാതെ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നിന്നൊക്കെ തന്നെ എളുപ്പത്തിൽ പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഈസിലി അവൈലബിൾ. So SDE analysis is done based on purchasing problems associated with items on day-to-day basis. അങ്ങനെ വരുന്ന purchasing problems എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ലോങ് ലീഡ് ടൈംസ്, സ്കെയർസിറ്റി ആൻഡ് ഹാർഡ്ലി അവൈലബിൾ, കിട്ടാനില്ലാത്ത അവസ്ഥ. പിന്നെ സോഴ്സിങ് ദി സെയിം മെറ്റീരിയൽ ഫ്രം മെനി ജിയോഗ്രാഫിക്കലി സ്കാറ്റേർഡ് സോഴ്സസ്. അല്ലേ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് കൊണ്ടുവരേണ്ട കേസസ് ഒക്കെ ആണെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അൺസർട്ടൈൻ ആൻഡ് അൺറിലയബിൾ സോഴ്സ് ഓഫ് സപ്ലൈ. നമുക്ക് സോഴ്സ് ഓഫ് സപ്ലൈ ഒക്കെ അറിയായിരിക്കും, പക്ഷേ അവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളത് അൺസർട്ടൈൻ ആയിരിക്കും, അല്ലെങ്കിൽ അവർ നമുക്ക് റിലയബിൾ ആയിരിക്കില്ല, നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ പർച്ചേസിങ് പ്രോബ്ലംസ് ഒക്കെ
ഉള്ള സിറ്റുവേഷനിലാണ് SD അനാലിസിസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവൈലബിലിറ്റീൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു സ്കെയർസ് ആയിട്ടുള്ള റിസോഴ്സ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഷോർട്ട് ആകുമ്പോൾ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റും. പക്ഷെ ഒരു ഈസിലി അവൈലബിൾ ആണ് ഷോർട്ട് ആവുന്നെങ്കിൽ അത്രത്തോളം വെറി ആവേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഈസ് ഡൺ ബേസ്ഡ് ഓൺ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഇൻ സോഴ്സിങ്. അപ്പോൾ അതാണ് SD അനാലിസിസ്. S സ്കെയർസ്, D ഡിഫിക്കൾട്ട് ആൻഡ് E ഈസിലി അവൈലബിൾ. സോ ഇൻവെൻ്ററി ക്ലാസിഫിക്കേഷൻ മോഡൽസിൽ നമ്മൾ ഫസ്റ്റ് ABC ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, പിന്നെ സെക്കൻഡായിട്ട് പറഞ്ഞത് FSN അനാലിസിസ്, പിന്നെ VD അനാലിസിസ്, പിന്നെ ഇന്ന് പറഞ്ഞ HML അനാലിസിസ് ആൻഡ് SD അനാലിസിസ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവെൻ്ററി ക്ലാസിഫിക്കേഷൻ മോഡൽസ്.